മാനേജറെ മർദ്ദിച്ചെന്ന പരാതി പരിഹരിച്ചത് സിനിമാ സംഘടനകൾക്ക് മുന്നിൽ ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞതോടെയെന്ന വിവരങ്ങൾ. മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ പലതും തെറ്റെന്ന് ഉണ്ണി സിനിമാ സംഘടനകൾക്ക് മുന്നിൽ സമ്മതിച്ചു. എന്നാൽ വിപിനെ മർദ്ദിച്ചില്ലെന്ന നിലപാടിൽ ഉണ്ണി മുകുന്ദൻ ഉറച്ചു നിൽക്കുകയാണ്. ഷഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ഷഹിൻ, എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്നുള്ളത് ഇന്നലെ ഫെഫ്കയുടെ നേതാവായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ മർദ്ദിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് മാപ്പ് പറഞ്ഞത്? ബിനിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. പക്ഷേ ആ കോംപ്രമൈസ് ആക്കുന്നതിന് മുൻപ് ഉണ്ണി മുകുന്ദന് നിരുപാധികം മാപ്പ് പറയേണ്ടി വന്നു എന്നുള്ളതായിരുന്നു. കാരണം ഫെഫ്കയുടെ 3 അംഗങ്ങളും അമ്മയിലെ 4 അംഗങ്ങളും അടക്കം 7 പേരായിരുന്നു ഇന്നലത്തെ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനെത്തിയിരുന്നത്. അവിടെ ഉണ്ണി മുകുന്ദന് പല കാര്യങ്ങളും ഈ മാധ്യമങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി പറയേണ്ടതായി വന്നു. ഒന്ന്, വിപിനടക്കമുള്ള ആളുകൾക്ക് ഉണ്ണി മുകുന്ദൻ ഈ അച്ഛന് പണം നൽകിയിരുന്നു എന്നുള്ള കാര്യം അത് മാറ്റി പറയേണ്ടി വന്നു. മറ്റൊന്ന്, ഇയാൾക്കെതിരെ സ്ത്രീപക്ഷ ആരോപണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതും മാറ്റി പറയേണ്ടി വന്നു. അങ്ങനെ പല വിഷയങ്ങളും ഉണ്ണി മുകുന്ദനെ മാറ്റി പറയേണ്ടതായി വന്നു. മാത്രമല്ല, അവിടെ വെച്ച് ഉണ്ണി മുകുന്ദൻ നിരുപാധികം മാപ്പ് പറഞ്ഞു. ഇതോടുകൂടിയാണ് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവസാനിക്കാൻ ഈ സിനിമാ സംഘടനകളും തയ്യാറായത്. എന്തായാലും സിനിമാ സംഘടനകളിൽ പല കാര്യങ്ങളും തിരുത്തി പറയുകയും മാപ്പ് പറയുകയും ചെയ്തതോടുകൂടിയാണ് ഈ പ്രശ്നം അവസാനിച്ചത്. പക്ഷേ അതിനിടയിൽ ഉണ്ണി മുകുന്ദൻ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അത് വിപിനെ താൻ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ. പ്രത്യേകിച്ചും ഇതിൽ കേസ് പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അക്കാര്യത്തിൽ ഉണ്ണി മുകുന്ദൻ ഉറച്ചു നിൽക്കുകയായിരുന്നു, താൻ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അതുകൂടി ഉണ്ണി മുകുന്ദൻ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് അക്കാര്യത്തിൽ ഉണ്ണി മുകുന്ദൻ ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് എടുത്തത്. കാരണം അത് മറ്റേതെങ്കിലും രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും അത് പോലീസ് അന്വേഷണത്തെ കൂടി സ്വാധീനിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ എന്തായാലും ഇക്കാര്യത്തിൽ മാത്രം താൻ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയായിരുന്നു.